പ്രിയമുള്ളവരെ, നിങ്ങൾ ചിലരുടെയൊക്കെ പ്രാർത്ഥന കേട്ടിട്ടില്ലേ? ദൈവത്തോട് വലിയ ബഹളത്തിൽ പ്രാർത്ഥിക്കുന്നു. വലിയ ബഹളത്തിൽ. അതിനകത്ത് ബഹളം മാത്രമല്ല, ശാസനയുണ്ട്. ദൈവത്തോട് കൽപ്പിക്കുന്നു, ഇപ്പോൾ തന്നെ ചെയ്തു തരണം. മാത്രമല്ല, ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കുകയാണ്, ഇങ്ങനെ തന്നെ ചെയ്യണം, ഇപ്പോൾ തന്നെ ചെയ്യണം, ഇങ്ങനെ തന്നെ ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ ശാസനയുമുണ്ട്. ദൈവത്തോടാണ് പ്രാർത്ഥനയെങ്കിലും പിശാചിനും ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ശാസിക്കുന്നുണ്ട്. ശത്രുവിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇടയ്ക്കിടയ്ക്ക് വെട്ടുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്നറിയാമോ? ഇവർക്കിതിന് അധികാരമുണ്ട്. എന്താ അധികാരം? ഇവർ പരിശുദ്ധാത്മാവിനാൽ ശക്തിയോടെ ഉപയോഗിക്കപ്പെടുകയും അസാധാരണ ദൈവശക്തിയിൽ ഇവർ മുന്നോട്ട് പോകുകയും ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാര്യങ്ങളെല്ലാം പറയാൻ പറ്റും. ഇനി ഇക്കൂട്ടർക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറയാൻ കൂടി സാധിക്കും. അവർ പറയുന്നത് എന്താണ്? ഈ പ്രാർത്ഥനയിൽ തന്നെ പ്രവചനവും നടക്കുകയാണ്. ഇങ്ങനെ തന്നെ നടന്നിരിക്കും. ശത്രുവിന് ഒരിക്കലും അതിനെ എന്ത് ചെയ്യാൻ പറ്റുകയില്ല, എടുത്തു കളയാൻ പറ്റുകയില്ല. പ്രിയരെ, പ്രാർത്ഥന എന്നാൽ എന്താണ്? ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തിന് സമർപ്പിക്കുകയത്രേ വേണ്ടത്. ഫിലിപ്പിയർ 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. പ്രാർത്ഥനയാലും അപേക്ഷയാലും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ്. ഏത് ദൈവത്തോട്? സർവശക്തനായ ദൈവത്തോട്. നമ്മെക്കുറിച്ച് ഉത്തരവാദിത്തമുള്ള, നമ്മെക്കുറിച്ച് ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളുമുള്ള മഹാദൈവത്തോട്. രണ്ടാമത്തെ ഒരു കാര്യം, ദൈവത്തിന്റെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടം എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് പ്രാർത്ഥനയിൽ വേണ്ടത്. ദൈവത്തെ ശാസിക്കുകയും ദൈവത്തിന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയും എപ്പോൾ ചെയ്യണമെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതൊന്നും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലല്ല, പ്രാർത്ഥന അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് ദൈവശക്തിയുടെ ഭാഗം അല്ല. പ്രിയരെ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ ശാസനയില്ല കേട്ടോ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ ദൈവത്തിന് ബുദ്ധി ഉപദേശമൊന്നുമില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്ക് സമർപ്പണമാണുള്ളത്. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവന്റെ പ്രത്യേകത എന്താണ്? പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന്റെ കീഴിൽ ദൈവഹിതത്തിനായി നാം സമർപ്പിച്ചുകൊണ്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ശാസനയും ബഹളവും ഒന്നും ദൈവശക്തിയുടെ ഭാഗമല്ലെന്ന് നാം ഇനിയെങ്കിലും തിരിച്ചറിയണം.